UPID കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ കൊടുക്കുക. സബ്മിറ്റ് അയക്കണം നേരെ ക്ലിക്ക്. ഈ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് പോകുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ ഫില്ല് ഓപ്പൺ അക്കൗണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP ആൾക്ക് വരുന്നതായിരിക്കും. കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ തന്നെ OTP ആൾക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആൾക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. ഓക്കെ, ID ആൾക്ക് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ ലേക്ക് ഒരു OTP ആൾക്ക് വരുന്നതായിരിക്കും. അതിനുവേണ്ടി Gmail ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓക്കെ, അതിന് നിങ്ങൾ OTP ആയിട്ട് തന്നെ ₹20 ഓപ്ഷൻ രണ്ടാമത്തെ ഈ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് പോകുന്നത്. അവിടെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ മസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, നോ ഐ വിൽ പേ AMC ക്വാർട്ടർലി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ₹0 അക്കൗണ്ടുകളൊക്കെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മസ്റ്റ് ആയിട്ട് ഓപ്ഷൻ തന്നെ ക്ലിക്ക് റീഡയറക്റ്റ് പോകുന്നുണ്ടാവുക. ഇവിടെ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ അയക്കണം തന്നെ മസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യും. ഓക്കെ, മസ്റ്റ് ആയിട്ട് ഡു ഇറ്റ് ലേറ്റർ അയക്കണം തന്നെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നൊമിനി ഒരാൾക്ക് ചോദിക്കുന്നത് മസ്റ്റ് ആയിട്ട് ഡു ഇറ്റ് ലേറ്റർ അയക്കണം. ഇതിലോട്ടായിരിക്കും റീഡയറക്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൊമിനി ആൾക്ക് ഫില്ല് ചെയ്ത ഈ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് പോകുന്നുണ്ടോ. അവിടെ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് അയക്കണം തന്നെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളോട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നതായിരിക്കും. മസ്റ്റ് ആയിട്ട് പാൻ കാർഡ് നമ്പർ മാത്രം ഫില്ല് ചെയ്യുക. അതിനുശേഷം സിഗ്നേച്ചറിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം OTP ആൾക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്നതായിരിക്കും. ആ OTP കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നല്ല പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നല്ല പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ UID കാണാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇത് എംസ്റ്റോക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആപ്പിളൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഒരു പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലോഗിൻ ID ആണ് കൊടുക്കുക. അതിന് ജസ്റ്റ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. ഓക്കെ, അത്ര മാത്രമുള്ള വർക്ക് എല്ലാവർക്കും തന്നെ ₹165 24 മണിക്കൂറിനുള്ളിൽ തന്നെ റിസീവ് ആവുന്നതായിരിക്കും. സെക്കൻഡ് ലോട്ട് ഓഫറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഫ്രഷ് ഓഫറാണ്. വളരെ സിമ്പിൾ വർക്കാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലൂട്ട് ലിങ്കിന് മേലെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ UPI എടുക്കുക. സബ്മിറ്റ് അയക്കണം മേലെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ക്യാപ്ചർ ആൾക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് അയക്കണം മേലെ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. പേയ്മെൻറ്റ് വരുന്ന ഒരു അടിപൊളി ലൂട്ട് ഓഫറാണ്. ആരും തന്നെ മിസ്സാക്കാൻ നിൽക്കരുത്. ഒരു 11 MB ആപ്പ് ആൾക്ക് ഇൻസ്റ്റാൾ ആക്കുന്ന പേജിലേക്കായിരിക്കും പോകുന്നുണ്ട്. ജസ്റ്റ് ആപ്പ് ആൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ല മസ്റ്റ് ആയിട്ട് എല്ലാ യൂസേഴ്സും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യും. ഓക്കെ, വളരെ സപ്പോർട്ട് ആളൊക്കെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഓപ്പൺ ചെയ്യുക. രജിസ്റ്റർ അയക്കണം മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, മൊബൈൽ നമ്പർ ഒരാൾക്ക് തെറ്റാതെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP ആൾക്ക് വരുന്നതായിരിക്കും. ആ OTP കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. സോ അതിനുശേഷം ഇതേപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് തന്നെ മസ്റ്റ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലത്തെ 5 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ആൾക്ക് മസ്റ്റ് ആയിട്ട് തന്നെ വെരിഫൈ ചെയ്യും. മസ്റ്റ് ആയിട്ട് എല്ലാവരും തന്നെ മെയിൽ ID ആൾക്ക് വെരിഫൈ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മസ്റ്റ് ആയിട്ട് എല്ലാ യൂസേഴ്സ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മസ്റ്റ് ആയിട്ട് എല്ലാ യൂസേഴ്സും തന്നെ. അതിനുശേഷം മെയിൽ ID ആൾക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുവേണ്ടി Gmail ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അവിടെ OTP ആൾക്ക് റിസീവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഈ പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, പാൻ കാർഡ് ആയിരിക്കും ചോദിക്കുന്നതായിരിക്കും. ഈ ഒരു പേജിൽ മസ്റ്റ് ആയിട്ട് 5 മിനിറ്റിന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, വേറെ ഒന്നും തന്നെ ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ ഒരു 5 മിനിറ്റിന് മസ്റ്റ് ആയിട്ട് ഒരു 3 to 5 മിനിറ്റിന് വെയിറ്റ് ബാക്ക് ഒന്നും തന്നെ അടിക്കാൻ 3 to 5 മിനിറ്റിന് വെയിറ്റ് ₹1 നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ട്രാക്കിങ്ങിന് റിസീവ് ആവുന്നതായിരിക്കും. ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ₹1 റിസീവ് ആയതിനു ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ തെറ്റാതെ കൊടുക്കുക. ഓപ്പൺ അക്കൗണ്ട് ട്രാക്കിങ്ങിന് റിസീവ് ആയതിനു ശേഷം മാത്രം ഈ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, എല്ലാ ബേസിക് ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പ്രൊസീഡ് അയക്കണം വരെ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആയി പോകുന്നത്. കണ്ടീഷൻസ് ഒന്നും തന്നെ മസ്റ്റ് ആയിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ ആധാർ കാർഡ് നമ്പർ ആൾക്ക് ചോദിക്കുന്നതായിരിക്കും. ആധാർ കാർഡ് നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ തെറ്റാതെ തന്നെ കൊടുക്കുക. ക്യാപ്ചർ ആൾക്ക് ഫില്ല് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ആരും തന്നെ മിസ്സാക്കാൻ നിൽക്കരുത്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, ഫില്ല് ചെയ്യാതെ പ്രൊസീഡ് അയക്കണം വരെ ക്ലിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് അയക്കണം വരെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP ആൾക്ക് വരുന്നതായിരിക്കും. ആ OTP കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പക്കാ സേഫ് ആണ്. ആരും തന്നെ മിസ്സാക്കാൻ നിൽക്കരുത്. പിന്നെ ഒരാൾക്ക് സെലക്ട് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഒരു പാസ്വേഡ് ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് തന്നെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാതെ ചിലവ് വയ്ക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. ₹1 റിസീവ് ആയതിനു ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് ചെയ്താൽ മതി. ഓക്കെ, ₹1 റിസീവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ KYC കംപ്ലീറ്റ് ആക്കാൻ നിൽക്കരുത്. ഒരിക്കലും പേയ്മെൻറ്റ് ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആയി പോകുന്നത്. അവിടെ നിങ്ങൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, പിൻകോഡ് എല്ലാം തന്നെ ഒക്കെ ചോദിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ഏജ് ആൾ കറക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജോബ് ഡീറ്റെയിൽസ് ഒരാൾക്ക് ചോദിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഏതെങ്കിലും ജോബ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അഡ്രസ്സ് ആ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ തെറ്റാതെ തന്നെ അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ ബേസിക് ഡീറ്റെയിൽസും പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ചോദിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് സ്കിപ്പ് അയക്കണം വരെ ക്ലിക്ക്